27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രം. ശത്രുഭയം വന്നേക്കാം. കടബാധ്യതകൾ മൂലം വിഷമതകൾ അനുഭവത്തിൽ വരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്ത് ലഭ്യമാകുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പഠിപ്പിൽ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം കുറയുന്നതായി കാണാം. കുറ്റാരോപണ മെമ്മോയും മറ്റും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കും. ശാരീരികമായി സുഖം അനുഭവത്തിൽ വരും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. അപകടം, ദുരിതങ്ങൾ എന്നിവ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സ്ഥാനകയറ്റത്തിനും ധനലാഭത്തിനും സാധ്യത. അടുത്തത് പുണർന്നം നക്ഷത്രമാണ്. എതിരാളികൾ പോലും അനുകൂലമാകുന്ന അവസ്ഥ വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ ഗൃഹത്തിൽ താമസിക്കുവാനുള്ള ഭാഗ്യവും സിദ്ധമാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. തൊഴിലിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർക്ക് പൊതുജന പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. നിയമന ഉത്തരവുകൾ ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിളയാടും. കൂടാതെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഇഷ്ടഭക്ഷണ ലഭ്യതയും അനുഭവവേദ്യമാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരും. കൂടാതെ തന്നെ വാഹനയോഗവും അനുഭവത്തിൽ വരും. അടുത്ത ഉത്തരം നക്ഷത്രമാണ്. ബന്ധുഗുണം വന്നു ചേരും. ആഗ്രഹിച്ച സംഗതികൾ നടപ്പിലാക്കുവാൻ ഇന്നത്തെ ദിവസം സാധിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. തൊഴിൽ മാന്ദ്യം മാറുന്നതായിരിക്കും. യാത്രയിൽ നിന്നും സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടും. സഹോദര ഗുണം കുറയുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ബന്ധുക്കളുടെ വേർപാടിൽ മാനസികമായി വളരെയധികം ദുഃഖം അനുഭവത്തിൽ വരും. പൊതുജനങ്ങളുമായി കലഹത്തിന് സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സഞ്ചാരക്ലേശം വർദ്ധിക്കും. ധനനഷ്ടം ഉണ്ടാകും. സ്വസ്ഥതക്കുറവ് അനുഭവത്തിൽ വരും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കരാർ പണികളും മറ്റും ലഭിക്കുന്നതായിരിക്കും. ശത്രുക്കൾ പോലും മിത്രങ്ങളാവുന്ന അവസ്ഥ വന്നു ചേരും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വിജയപ്രതീക്ഷ വർദ്ധിക്കും. കലാകാരന്മാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സ്ത്രീകളുടെ സഹായത്താൽ തൊഴിൽ വിജയം. അതുപോലെ തന്നെ പല ജോലികൾക്കുമായി നിയമന ഉത്തരവുകൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾ വരുന്നതായിരിക്കും. ശാരീരികമായ അലട്ടലുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അവസരമൊരുങ്ങും. പുതിയ ആഭരണങ്ങളും മറ്റും വാങ്ങുവാനുള്ള സാഹചര്യമുണ്ടാകും. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. വിദ്യാഗുണം അനുഭവത്തിൽ വരും. ഉല്ലാസയാത്രകൾ പോകുവാൻ സാധ്യത. പല കോണുകളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. സന്താനങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. കുടുംബസമേതം ഉല്ലാസയാത്രകൾ പോകുവാൻ പദ്ധതിയിടും. അടുത്തത് ചതയം നക്ഷത്രമാണ്. കടബാധ്യതകൾ ഒഴിയുന്നതായിരിക്കും. സഹോദരൻ അനുകൂലമാകും. ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സഹായങ്ങൾ ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്നതാണ്. അടുത്ത ഉത്രട നക്ഷത്രമാണ്. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. അപവാദങ്ങളിൽ നിന്നും മോചിതരാകും. സ്ത്രീകൾ മുഖാന്തരം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. അവസാനമായി രേവതി നക്ഷത്രമാണ്. സ്ഥാപനങ്ങളുടെ പുതിയ ശാഖകൾ തുടങ്ങുവാൻ ആരംഭിക്കും. ദാമ്പത്യത്തിലെ വിയോജിപ്പുകൾ മാറുകയും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വിളയാടുന്നത് കാണുവാൻ സാധിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.